ഹായ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവിലെ ഒരു ചായ കുടിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കരമായ ഉന്മേഷമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അറിവിൻ്റെ ഒരു മോർണിംഗ് ടീയോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ജിയോഗ്രഫിയിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നോക്കാം. ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ്: എ ലഡാക്ക് സിവാലിക്, ബി കാരക്കോറം നാഗ കുന്നുകൾ, സി ലഡാക്ക് സസ്കർ, ഡി സസ്കർ പത്കായ്. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ വരുമ്പോൾ ലഡാക്ക് സിവാലിക് തെറ്റാണ്, കാരക്കോറം നാഗാക്കുന്നുകൾ തെറ്റാണ്, ലഡാക്ക് സസ്കർ ആണ് ശരി ഉത്തരം. അപ്പോൾ സസ്കർ പത്കായും തെറ്റാണ്. ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഒരു വലിയ ചാപ്റ്ററാണ്, ഒരു വലിയ ടോപ്പിക്കാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്നാണ് PSC പറഞ്ഞിരിക്കുന്ന ഈ ടോപ്പിക്കിൻ്റെ പേര്. നിങ്ങളിൽ പലരും അത് പഠിച്ചിരിക്കും. അപ്പോൾ അത് വിശദമായിട്ട് പറയണമെങ്കിൽ 5-6 മണിക്കൂർ വേണം. അപ്പം ഇതിനകത്ത് വരുന്ന ചില കാര്യങ്ങൾ മോർണിംഗ് ടീയിലൂടെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പം ഇതിൽ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ ഇന്ത്യയെ പലതായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഉത്തര പർവ്വത മേഖലയാണ്. ഉത്തര പർവ്വത മേഖല. രണ്ടാമത്തത് ഉത്തര മഹാസമതലം എന്നാണ്. ഉത്തര മഹാസമതലം. മൂന്നാമത്തത് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ്. ഉപദ്വീപീയ പീഠഭൂമി. നാലാമത്തത് ഇന്ത്യൻ മരുഭൂമിയാണ്. ഇന്ത്യൻ മരുഭൂമി. അഞ്ചാമത്തത് തീരപ്രദേശം. തീരം ഒന്ന് എഴുതാം. ആറാമത്തത് ദ്വീപുകൾ. അപ്പോൾ ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, മരുഭൂമി, ഇന്ത്യൻ മരുഭൂമി. അത് SCERTയിൽ ഇല്ല, പക്ഷെ NCERTയിൽ ഇന്ത്യൻ മരുഭൂമി ഒരു ഭൂപ്രകൃതി വിഭാഗമായി പറയുന്നുണ്ട്. അടുത്ത ഏതാ? തീരസമതലം. പിന്നെ ഏതാ? ദ്വീപുകൾ. ഇങ്ങനെ നമുക്ക് തരംതിരിക്കാം. ഇതിൽ ആദ്യം വരുന്ന ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ വരും അല്ലേ? ഈ ഭാഗം ഇത്രയുമാണ് ഉത്തരപർവ്വത മേഖലയിൽ വരുന്നത്. ഇതാ ഇവിടെ ഇത്രയും കുറച്ചുകൂടെ വരും ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ വീണ്ടും 3ആയി തിരിക്കുന്നുണ്ട്. ഉത്തരപർവ്വത മേഖലയെ വീണ്ടും 3ആയി തിരിക്കാം. ഞാനിവിടെ ഉത്തര പർവ്വത മേഖല നമുക്കൊന്ന് 3ആയിട്ട് തിരിച്ചു നോക്കാം. ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല? ഒന്നാമത്തത് ട്രാൻസ് ഹിമാലയം എന്ന് പറയും. ഞാനിവിടെ T എന്നും H എന്നും മാത്രമേ എഴുതുന്നുള്ളൂ. ട്രാൻസ് ഹിമാലയം. രണ്ടാമത്തത് ഹിമാലയം എന്ന് പറയും. മൂന്നാമത്തത് പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ. പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ. ഒന്നുകൂടെ, ഭൂപ്രകൃതി അനുസരിച്ച് ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ എന്നിങ്ങനെ തിരിക്കാം.
നമ്മുടെ ഈ ചോദ്യവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഉത്തരപർവ്വത മേഖല എഗെയിൻ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? 3 തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ട്രാൻസ് ഹിമാലയം എന്നാണ്, രണ്ടാമത്തത് ഹിമാലയം എന്നാണ്, മൂന്നാമത്തത് പൂർവാചൽ എന്നാണ്. ട്രാൻസ് ഹിമാലയവുമായി കണക്ട് ചെയ്താണ് നമ്മുടെ ഈ ചോദ്യം വരുന്നത്. ആ ചോദ്യം നമുക്ക് പിടിക്കണമെങ്കിൽ, അതിന്റെ ആൻസർ പിടിക്കണമെങ്കിൽ വീണ്ടും ട്രാൻസ് ഹിമാലയത്തെ 3 തിരിക്കുന്നുണ്ട്. ട്രാൻസ് ഹിമാലയത്തെ വീണ്ടും 3 തിരിക്കുന്നുണ്ട്. നോക്കൂ ഏതൊക്കെയാണെന്ന്. ട്രാൻസ് ഹിമാലയം, അതായത് ഒന്നാമത്തത് കാറക്കോറം, രണ്ടാമത്തത് ലഡാക്ക്, മൂന്നാമത്തത് സസ്കർ. ഇത് 3 പർവ്വത നിരകളാണ്. കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഏതാണ്ട് ഇതാ ഈ ഭാഗത്ത് വരുന്ന 3 പർവ്വത നിരകളാണ്. ഇതിനിപ്പുറത്ത് വരുന്ന ഇതിനിപ്പുറത്ത് വരുന്ന 3 പർവ്വത നിരകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? കാറക്കോറം, ലഡാക്ക്, സസ്കർ. 3 കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ട്രാൻസ് ഹിമാലയം എന്ന് പറയും. അപ്പോൾ ഉത്തര പർവ്വത മേഖലയെ 3 തിരിക്കാം. ഏതൊക്കെ? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ, കിഴക്കൻ മലനിരകൾ, ഈസ്റ്റേൺ ഹിൽസ്. ട്രാൻസ് ഹിമാലയത്തെ വീണ്ടും 3 തിരിക്കാം. ഏതൊക്കെ 3 പർവ്വതങ്ങൾ വരുന്നത്? അതിൽ ഒന്നാമത്തെ കാറക്കോറമാണ്, രണ്ടാമത്തെ ലഡാക്കാണ്, മൂന്നാമത്തത് സസ്കറാണ്. ഇനി ഇത് നോക്കൂ, ഇനി നമുക്ക് കണ്ടെത്താം, എളുപ്പമാണ്. ചോദ്യം എന്താ? താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അപ്പോ നോക്കൂ, ലഡാക്ക് വന്നിട്ടുണ്ട്, പക്ഷേ സിവാലിക് യഥാർത്ഥത്തിൽ നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതല്ല. അത് ഏതിൽ വരുന്നതെന്ന് അറിയാമോ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തെ വീണ്ടും 3 തിരിക്കുന്നുണ്ട്. ഏതൊക്കെ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ ഹിമാലയത്തിൽ വരുന്നതാണ് സിവാലിക്. അതാണ് ഇവിടെ നമ്മുടെ ആൻസർ. അത് തെറ്റാകുന്നത്. ലഡാക്ക് കൊണ്ട് സിവാലിക് അതിനകത്ത് വരേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കൂ, കാറക്കോറം, നാഗാക്കുന്നുകൾ. കാറക്കോറം ട്രാൻസ് ഹിമാലയത്തിലെ തന്നെ, പക്ഷെ നാഗാക്കുന്നുകൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിൽസിൽ വരുന്നതാണ്, പൂർവാചലിൽ വരുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, ലഡാക്ക്, സസ്കർ വരുന്നുണ്ട് അല്ലെ? ട്രാൻസ് ഹിമാലയത്തിൽ നോക്കൂ, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്നതാണ് ലഡാക്കും സസ്കറും. നാലാമത്തെ ഓപ്ഷൻ നോക്കാം, സസ്കർ, പത്കായി. സസ്കർ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നുണ്ട്, പക്ഷെ പത്കായി എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിൽസിൽ വരുന്ന ഒരു മലനിരയാണ്. അപ്പൊ അതും ശരി ഓപ്ഷൻ അല്ല. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ചോദ്യം എന്താ? താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അതിന്റെ ആൻസർ ഏതാണ്? കാറക്കോറവും നാഗാക്കുന്നുകളുമാണ്. ലഡാക്കും സസ്കറുമാണ്. സി ആണ്. ലഡാക്കും സസ്കറുമാണ്. ലഡാക്ക്, സസ്കർ. ലഡാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ഒരു നല്ല ശരി ഓപ്ഷൻ വന്നതല്ലേ, അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. എന്താ ലഡാക്ക് എന്ന് പറഞ്ഞാൽ? ട്രാൻസ് ഹിമാലയത്തിന്റെ ഒരു മലനിരയാണ് ലഡാക്ക്. ട്രാൻസ് ഹിമാലയത്തെ നമ്മൾ വരച്ചാൽ ഇത് കാറക്കോറം ഏറ്റവും വടക്കെന്ന് പറയാം, ഇത് ലഡാക്ക് തൊട്ട് തെക്കെന്ന് പറയാം, ഇത് സസ്കർ. അപ്പോ ഇത് ആദ്യം വടക്കേ അറ്റത്തത് കാറക്കോറം, അടുത്തത് ലഡാക്ക്, പിന്നെ സസ്കർ. ഇവനാണ് നടുക്കുള്ളതാണ്. ഈ ലഡാക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ചുരങ്ങളുടെ നാട്. 2, ലാമകളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുത്ത മരുഭൂമി ലഡാക്കാണ്. ഇന്ത്യയിലെ ഉയരം കൂടിയ പീഠഭൂമി ലഡാക്കാണ്. അപ്പോൾ ലഡാക്കിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്നാമതായി പറഞ്ഞത് ലാമകളുടെ നാട് എന്ന് പറയാം. ലാമകളുടെ നാട്. രണ്ടാമതായി പറയുന്നത് ചുരങ്ങളുടെ നാട്. 3, ഇന്ത്യയിലെ ഉയരം കൂടിയ പീഠഭൂമി ലഡാക്കാണ്. 4, ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലഡാക്കാണ്.
വേറെയും കുറെ പറയുന്നുണ്ട്, എല്ലാം നമുക്ക് പറയാൻ സമയമില്ല. അപ്പൊ നോക്കൂ, ലാമകളുടെ നാട്, ചുരങ്ങളുടെ നാട്, ഉയരം കൂടിയ പീഠഭൂമി ലഡാക്കാണ്. അടുത്ത് പറഞ്ഞ എന്താണ്? ഇന്ത്യയിലെ തണുത്ത മരുഭൂമി. അപ്പൊ ഒരു സംശയമുണ്ട്, തണുത്ത മരുഭൂമി അങ്ങനെ പറയാൻ പാടുണ്ടോ? പറയാം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തില് 3 ടൈപ്പ് മരുഭൂമികളുണ്ട്. ഏതൊക്കെ? ഒന്ന് ചൂടുള്ള മരുഭൂമി, അല്ലെ, ഹോട്ട് ഡെസർട്ട് എന്ന് പറയും. ഹോട്ട് ഡെസർട്ട് എന്ന് പറയുന്നത് താർ മരുഭൂമിയാണ്. രണ്ടാമത് പറയുന്നത് തണുത്ത മരുഭൂമിയാണ്. തണുത്ത മരുഭൂമി എന്ന് പറയുന്നത് ലഡാക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മരുഭൂമി എന്ന് ഒരു പ്രദേശത്തെ എങ്ങനെ വിളിക്കാം? അതായത് വർഷത്തില് 25 സെന്റിമീറ്ററിൽ കുറവ് മഴ രേഖപ്പെടുത്തുന്ന പ്രദേശങ്ങളെ മരുഭൂമി എന്ന് വിളിക്കും. എങ്ങനെയാണ്? വർഷത്തില് 25 സെന്റിമീറ്ററിൽ കുറവ് മഴ രേഖപ്പെടുത്തിയാൽ ആ പ്രദേശത്തെ നമുക്ക് മരുഭൂമി എന്ന് വിളിക്കാം. അവിടെ നിങ്ങൾക്ക് സംശയം വരരുത്, 1-2 വർഷമാണോ 25 സെന്റിമീറ്ററിൽ കുറവ് മഴ രേഖപ്പെടുത്തേണ്ടത്? അല്ല, ഒരു 19 വർഷം കൊണ്ട് ഒരു പ്രദേശത്ത് 25 സെന്റിമീറ്ററിൽ കുറവ് മാത്രമേ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനത്തെ പ്രദേശത്തെ നമുക്ക് എന്ത് പറയാം? മരുഭൂമി എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ലഡാക്ക് എന്ന് പറയുന്നത് നല്ല തണുത്ത പ്രദേശമാണ്. അപ്പോഴവിടെ എന്തുണ്ടാവാൻ സാധ്യത കുറവാണ്? ലഡാക്കില് 25 സെന്റിമീറ്ററിൽ കുറവ് മാത്രമേ ഓരോ വർഷവും മഴ രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശീത മരുഭൂമിയാണ്. ഇനി ഒരു ടൈപ്പ് മരുഭൂമിയും കൂടെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിന്റെ പേരാണ് ലവണ മരുഭൂമി, സലൈൻ ഡെസർട്ട് എന്ന് പറയും. അത് ഏതാണെന്ന് അറിയാമോ? കച്ചാണ്. ഗുജറാത്തിലെ കച്ച് മനസ്സിലായി കാണും. അപ്പൊ ഇന്ത്യയിൽ എത്ര ടൈപ്പ് മരുഭൂമികളുണ്ട്? 3 ടൈപ്പ് മരുഭൂമികളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ചൂടുള്ള മരുഭൂമി താർ, രണ്ടാമത്തത് തണുത്ത മരുഭൂമി ലഡാക്ക്, മൂന്നാമത്തത് സാൾട്ട് മരുഭൂമി അല്ലെങ്കിൽ ലവണ മരുഭൂമി എന്ന് പറയും. അതേതാണ്? കച്ച്. ക്ലിയർ ആണേ? അപ്പോ ഇവിടെ നമ്മൾ ലഡാക്കിനെ പറ്റി പറഞ്ഞത് കുറേ വിശേഷണങ്ങളാണ്, ശരിയല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്, ലാർജസ്റ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്, ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ, അത് ലഡാക്കിലാണ്. ആ നാഷണൽ പാർക്കിന്റെ പേര് ഹെമിസ് നാഷണൽ പാർക്ക് എന്നാണ്. ഏരിയയുടെ കാര്യത്തിലാണ് ഈ വലുതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഈ ഹെമിസ് നാഷണൽ പാർക്ക് ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ്. അവിടുത്തെ സംരക്ഷിത ജീവിയുടെ പേര് ഹിമപ്പുലിയാണ്, സ്നോ ലിയോപ്പാർഡ്. എന്താണ്? ഹിമപ്പുലിയാണ് ഹെമിസ് നാഷണൽ പാർക്കിലെ സംരക്ഷിത ജീവി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇനി ഈ ലഡാക്കിലൂടെയാണ് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലൂടെയാണ്. ഈ ലഡാക്കിലൂടെ സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ട് ലഡാക്കിന്റെ തലസ്ഥാനമാണ് ലേ. ലേ എന്ന് പറയുന്നത് ലഡാക്കിന്റെ തലസ്ഥാനമാണ്. ലേ പട്ടണത്തെ ഒന്ന് ചുറ്റി ഒഴുകുന്നു. എന്നിട്ട് ഇങ്ങനെ കാശ്മീരിനെ ക്രോസ് ചെയ്ത് നേരെ എന്ത് ചെയ്യുന്നു? അത് പാകിസ്ഥാനിലേക്ക് പോകുന്നു. ഇങ്ങനെ കാശ്മീരിനെ ക്രോസ് ചെയ്ത് ഒഴുകുന്ന നദിയാണ് നമ്മുടെ സിന്ധു. അപ്പൊ സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലൂടെ. എന്നിട്ട് ലഡാക്കിന്റെ പട്ടണമായ ലേയിൽ ഒന്ന് ചുറ്റി ഒഴുകുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് എന്ന് പറയുന്നതും നമ്മുടെ ലഡാക്കിന്റെ ക്യാപിറ്റലായ ലേയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് ലേയിലാണ്. കുഷോക്ക് ബാക്കുളെ റിംപോച്ചു എയർപോർട്ട് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ദ ഹൈയസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർപോർട്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ലഡാക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുഷോക്ക് ബാക്കുളെ റിംപോച്ചു എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ലഡാക്കിലാണ്. ലഡാക്കിലെ എവിടെ സ്ഥിതി ചെയ്യുന്നു? ലഡാക്കിലെ ലേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തടാകമുണ്ട് ലഡാക്കില്. അതിന്റെ പേരാണ് പാങ്കോങ് തടാകം. അപ്പൊ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട തടാകത്തിന്റെ പേര് പാങ്കോങ് തടാകം
പാങ്കോങ് തടാകം. പാങ്കോങ് തടാകം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. എന്തെല്ലാം പ്രത്യേകതകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ലഡാക്കിനുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ ലഡാക്കിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ലഡാക്കിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ലഡാക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് ചിന്തിച്ചോളൂ. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ എങ്ങനെയൊക്കെ നമുക്ക് തിരിക്കാം? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ, ഇങ്ങനെ നമുക്ക് തരംതിരിക്കാം അല്ലെ? ഇനി ഉത്തരപർവ്വത മേഖലയെ കണക്ട് ചെയ്താണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരപർവ്വത മേഖലയെ വീണ്ടും മൂന്നായി തിരിക്കാം. എങ്ങനെയൊക്കെ? ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും പൂർവാചൽ എന്നും, ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തെ എടുക്കാം. ട്രാൻസ് ഹിമാലയത്തിൽ 3 പർവ്വത നിരകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് നമ്മുടെ കാരക്കോറം, മറ്റത് ഏതാണ്? ലഡാക്ക്, ഇനി ഒന്ന് ഏതാണ്? സസ്കർ. ഇങ്ങനെ 3 പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയത്തിലുള്ളത്. ഹിമാലയത്തിലും 3 പർവ്വത നിരകളുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒരെണ്ണത്തിന്റെ പേര് ഹിമാലയം, ഹിമാദ്രി, അടുത്തത് ഹിമാചൽ, പിന്നെ സിവാലിക്. ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും ചേരുമ്പോഴാണ് ഹിമാലയമായി മാറുന്നത്. പിന്നെ നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ബാക്കി ഈസ്റ്റേൺ ഹിൽസ് കിടക്കുന്നത്. കുറേ മലനിരകൾ അതിനകത്ത് ഉണ്ട്. ഇനി നമ്മൾ പിന്നെ പറഞ്ഞ എന്താണ്? ഇന്ത്യയിൽ എത്ര ടൈപ്പ് മരുഭൂമികളുണ്ട്? ഇന്ത്യയിൽ 3 തരം മരുഭൂമികളുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ചൂടുള്ള മരുഭൂമി, 2 തണുത്ത മരുഭൂമി, 3 ലവണ മരുഭൂമി. ചൂടുള്ള മരുഭൂമി എല്ലാവർക്കും അറിയാം, താർ. തണുത്ത മരുഭൂമി ഇപ്പൊ നമ്മൾ കണ്ടു, ഏതാണ്? ലഡാക്ക്. ലവണ മരുഭൂമി ഏത് എന്ന് ചോദിച്ചാൽ അത് കച്ചാണ്. എന്താണ് മരുഭൂമി എന്ന് ചോദിച്ചാൽ എത്രയെങ്കിലും വർഷങ്ങൾ കൊണ്ട് ഒരു സ്ഥലത്ത് 25 സെന്റിമീറ്ററിൽ കുറവ് മഴ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ എങ്കിൽ ആ സ്ഥലത്തെ നമുക്കൊരു മരുഭൂമി എന്ന് പറയാം. ചിലപ്പോൾ അവിടെ നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കാം, പക്ഷേ മഴ 25 സെന്റിമീറ്ററിൽ കുറവ്, അതാണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, ഒരു മരുഭൂമിയായിട്ട് കണക്കാക്കുന്നത് അല്ലെ? ലഡാക്കിനെ പറ്റി നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ലാമകളുടെ നാട് ലഡാക്കാണ്, ചുരങ്ങളുടെ നാട് ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി പക്ഷേ ലഡാക്ക് പീഠഭൂമി അല്ല. ഉയരം കൂടിയ പീഠഭൂമി ചോദിക്കുമ്പോൾ അത് ലഡാക്കാണ്. എന്നാൽ ലാർജസ്റ്റ് പ്ലേറ്റോ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതാണ്ട് നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന ഡക്കാൻ പ്ലേറ്റോയാണ്. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ചോദിച്ചാൽ അത് ലഡാക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയും കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയും ചോദിച്ചാൽ വയനാട് പീഠഭൂമിയാണ്. കണ്ടോ, ചോദ്യങ്ങൾ പോകുന്ന പോക്കാണ് അല്ലെ? അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഹെമിസ് നാഷണൽ പാർക്കാണ്. ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹെമിസ് നാഷണൽ പാർക്കിലെ സംരക്ഷിത ജീവി എന്ന് ചോദിച്ചാൽ ഹിമപ്പുലിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇനി സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലൂടെയാണ്. ലഡാക്കിൽ പ്രവേശിച്ചിട്ട് സിന്ധു നദി ഒന്ന് ചുറ്റുന്നു. ലഡാക്കിന്റെ ക്യാപിറ്റലായ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് കുഷോക്ക് ബാക്കുളെ റിംപോച്ചു എയർപോർട്ടാണ്. ലഡാക്കിലാണ്, ലേയിലാണ്. ഇനി വളരെ ഫേമസ്, അതായത് ചൈനയും ഇന്ത്യയുമായിട്ട് ഒരുപാട് ഫൈറ്റിംഗ് നടക്കുന്ന ഒരു തടാകമാണ് പാങ്കോങ് തടാകം. ഈ പാങ്കോങ് തടാകം ലഡാക്കിലാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് ലഡാക്കിലാണ്. മനസ്സിലായല്ലോ? അപ്പോ അതിൽ കാരക്കോറത്തെ കുറിച്ചുകൂടെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി സിവാലിക് എന്ന് പറയുന്ന നമ്മുടെ ഭാഗമല്ല. നാഗാകുന്നുകളും പത്കായി എന്ന് പറയുന്നതും എവിടെയാണ്? കിഴക്കൻ മലനിരകളിൽ വരുന്നതാണ്. സസ്കർ, അവിടെ 2 ചെറിയ പട്ടണങ്ങൾ മാത്രമേ, കാശ്മീർ ഭാഗത്ത് 2 പട്ടണങ്ങൾ മാത്രമേ ഉള്ളൂ. സസ്കർ. ലഡാക്കിൽ നമ്മുടെ കാരക്കോറത്തിൽ കുറേ പറയാനുണ്ട്. അത് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കാരക്കോറത്തെ പറ്റി പറയുന്നത് നമ്മൾ നോക്കൂ. ട്രാൻസ് ഹിമാലയത്തിലെ വടക്കേ അറ്റത്തെ പർവ്വതനിരയാണ് കാരക്കോറം എന്ന് പറയുന്നത്. കാരക്കോറം, ഈ കാരക്കോറം പർവ്വതത്തിലാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്.
അപ്പൊ മൗണ്ട് K2 എന്ന് പറയുന്ന കൊടുമുടി, മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറത്തിലാണ്. മൗണ്ട് K2 അല്ലെ? പക്ഷേ മൗണ്ട് K2 കാറക്കോറത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഉയരം കൂടിയ കൊടുമുടി ആണെങ്കിലും അത് പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന, പാകിസ്ഥാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീരിന്റെ ഭാഗമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് PSC ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ന് പറയും മൗണ്ട് K2 എന്ന് തന്നെ പറയും അല്ലെ? മൗണ്ട് K2വിന്റെ ഉയരം എത്രയാണ്? മൗണ്ട് K2വിന്റെ ഉയരം ഒന്ന് ആലോചിച്ച് വെച്ചേക്കൂ, നമുക്ക് പറയാം. PSC വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എന്തുകൊണ്ട് അവിടെ പൂർണ്ണം എന്ന വാക്ക് PSC ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, ഈ കാറക്കോറം എന്ന് പറയുന്ന ഈ നമ്മുടെ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന ഈ മേഖല പാകിസ്ഥാൻ ക്യാപ്ചർ ചെയ്ത സ്ഥലം POK ആയതുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, PSC ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ കാഞ്ചൻജംഗയാണ്. അത് കുറേ ഇങ്ങ് കിടക്കുകയാണ്, ഇതാ ഏതാണ്ട് ഈ ഭാഗത്ത് വരും കാഞ്ചൻജംഗ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു മൗണ്ട് K2വിന്റെ ഉയരം എത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 8611 മീറ്റർ ആണ്. എത്രയാണ്? 8611 മീറ്റർ ആണ് മൗണ്ട് K2വിന്റെ ഉയരം. 2 ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ. മൗണ്ട് K2 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. മൗണ്ട് K2വിന്റെ മറ്റൊരു പേര് ഗോഡ്വിൻ ആസ്റ്റിൻ. മൗണ്ട് K2വിന്റെ ഉയരം 8611 മീറ്റർ. PSC വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയുടെ ഹൈറ്റ് എത്രയാണ്? 8586 മീറ്റർ ആണ്. എത്രയാണ്? 8586 മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഉയരം. പക്ഷേ ചില NCERT പുസ്തകത്തില് 8598 മീറ്റർ എന്നും കാണിക്കുന്നുണ്ട്. ചില NCERT പുസ്തകത്തില്. നിങ്ങളെ ഞാൻ കൺഫ്യൂഷൻ അടിപ്പിക്കുകയല്ല, ഇതാണ് സാധാരണ നമ്മുടെ PSCക്ക് ശരി ഓപ്ഷനായിട്ട് വരുന്നത്. ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, PSCക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന അധ്യാപകനോ അധ്യാപികയോ ഒരു NCERT പുസ്തകം വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വ്യക്തി കാഞ്ചൻജംഗയുടെ ഹൈറ്റിനെ കുറിച്ച് ചോദിച്ചാൽ അതിന്റെ ശരി ഓപ്ഷൻ, അദ്ദേഹത്തിന്റെ ശരി ഓപ്ഷൻ 8598 മീറ്റർ ആയിരിക്കും. ശരിയല്ലേ? നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതും കൂടെ മനസ്സിലൊന്ന് കുറിച്ചിട്ടയ്ക്കുക. 8598 NCERTയിലെ ഒരു ഡാറ്റയാണ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് കുറേ ഫാക്ട്സ് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് വിശ്വാസം. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ മോർണിംഗ് ടീമുമായിട്ട് വേറൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നു. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.